സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിലെ പ്രമുഖരെയും വിവിധ സംഘടനകളുടെ നേതാക്കളെയും സന്ദർശിച്ച് വോട്ട് ഉറപ്പിക്കുകയാണ് നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളിൽ. പരസ്യ പ്രചരണത്തിലെയും കലാശക്കൊട്ടിലെയും മേൽക്കൈ അനുകൂലം ആകും എന്ന പ്രതീക്ഷയിലാണ് LDF സ്ഥാനാർത്ഥി VP സാനു. പരസ്യ പ്രചരണത്തിന്റെ സമയം ഇന്നലെ അവസാനിച്ചു. ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളാണ്. LDF സ്ഥാനാർത്ഥി VP സാനുവാണ് നമ്മോടൊപ്പം. എങ്ങനെയായിരുന്നു കഴിഞ്ഞ ഒരു മാസക്കാലം നീണ്ട പരസ്യ പ്രചരണത്തിന്റെ ഒരു റെസ്പോൺസ്? ഒരു മാസമല്ല, 1.5 മാസം. കാരണം ഇന്ന് 45ാമത്തെ ദിവസമായി. സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചത് 9-ാം തീയതിയാണ്, മാർച്ച്. വളരെ ആവേശം. ഓരോ ദിവസവും തോറും ആളുകളുടെ പിന്തുണ വർദ്ധിക്കുകയും ഓരോ മിനിറ്റിൽ എന്നുള്ള രൂപത്തിലേക്ക് പിന്തുണ വർദ്ധിക്കുന്ന സ്ഥിതിയിലേക്ക് അവസാന ഘട്ടത്തിലേക്ക് എത്തി. കലാശക്കൊട്ടിലും ഏറ്റവും നന്നായി ഈ മണ്ഡലത്തിൽ കലാശക്കൊട്ടിൽ അതിൻ്റെ ഒരു പ്രകടനപരമായിട്ടുള്ള എല്ലാം കാണിച്ചത് ഇടതുപക്ഷമാണ്. ആ നിലയിൽ ഇപ്പോൾ മലപ്പുറത്തുൾപ്പെടെ UDF വലിയ അവർ തന്നെ വലിയ നിരാശരായി പോകുന്ന രൂപത്തിലേക്ക് അവരുടെ കുട്ടിക്കലാശം മാറുകയും ഞങ്ങളുടെ ആവേശം വർദ്ധിക്കുന്ന രൂപത്തിലേക്ക് ഇടതുപക്ഷത്തിൻ്റെ കുട്ടിക്കലാശം മാറുകയും ചെയ്തിട്ടുണ്ട്. ഈ പിന്നെ ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാണ്? ഇന്നിപ്പോൾ നിശബ്ദ പ്രചരണം ഇനി വെറും മണിക്കൂർ മാത്രമാണ് ഇതുള്ളത്. എങ്ങനെയാണ് ഇന്നത്തെ പ്രചാരണ പരിപാടികൾ? ഇന്ന് ഇവിടെ മങ്കട മണ്ഡലത്തിൽ നിന്നാണ് ആരംഭിച്ചത്. ഇനി ഇങ്ങനെ പരമാവധി എല്ലാ മണ്ഡലത്തിലും കുറച്ച് സ്ഥലങ്ങൾ, ചില സ്ഥലങ്ങൾ മാത്രം സെലക്റ്റീവായിട്ടുള്ള സ്ഥലങ്ങൾ, അതായത് നേരത്തെ എത്തിയിട്ടില്ല എന്നുള്ള പ്രയാസമുള്ള അങ്ങനത്തെ പ്രധാനപ്പെട്ട എത്തിച്ചേരേണ്ട ഇടങ്ങൾ, അത്തരം ചില സ്ഥലങ്ങൾ, അവിടെയുള്ള ആളുകളുടെ വീടുകൾ, അത്തരം കുറച്ച് ആളുകളെ പോയി കാണുക എന്നുള്ളതാണ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാ മണ്ഡലത്തിലും എല്ലാ മണ്ഡലത്തിലും എത്തുക എന്നുള്ളതാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഇന്നലെ കണ്ട ഒരു LDFന്റെ വലിയൊരു ആവേശം നഗരത്തെ ഇളക്കി മറിച്ചുള്ള, ഒരുപക്ഷെ നേരത്തെ ഒന്നും നമുക്ക് ഇങ്ങനെ ഒരു കലാശക്കൊട്ടൊന്നും മലപ്പുറത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ വലിയൊരു പ്രതീക്ഷ, മലപ്പുറം ചുവന്നു തുടങ്ങുന്നു എന്ന് പറയുന്നത് പോലെ ഒരു വലിയൊരു പ്രതീക്ഷ നമുക്കുണ്ടോ? തീർച്ചയായും മലപ്പുറം ചുവക്കുന്നതിൻ്റെ സൂചനകളാണ് ഇന്നലെ കണ്ടതല്ല. അത്രയും ആവേശത്തിലായിരുന്നു അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും. അത് മലപ്പുറം ടൗണിൽ മാത്രമല്ല, എല്ലായിടങ്ങളിലും അത്തരത്തിലുള്ള വലിയ ആവേശത്തോട് കൂടിയിട്ടാണ് റൂട്ടുകൾ നടത്തിയ സ്ഥലത്തെല്ലാം. ഇപ്പോൾ പെരിന്തൽമണ്ണയിൽ നിന്നൊക്കെ റോഡ് ഷോ തുടങ്ങുന്നത് മേലാറ്റൂരിൽ നിന്ന് തുടങ്ങുന്ന 6 മണിക്കാണ്. ആ സമയത്ത് പോലും ആളുകൾ വരുന്ന സ്ഥിതിയാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും എല്ലാവരും ആവേശത്തിലാണ് എന്നുള്ളത് അത് കൃത്യമായി വോട്ടായി മാറുകയും ചെയ്യും, വിജയിക്കുകയും ചെയ്യും. ഈ പ്രചാരണ സമയത്ത് രാജ്യത്തിന് പുറത്തൊക്കെയുള്ള ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ, പ്രകാശ് രാജിനെ പോലുള്ള പ്രമുഖരെല്ലാം തന്നെ ഇടതുപക്ഷത്തിൻ്റെ സാനു ജയിക്കേണ്ട ഒരു സാധ്യതയെക്കുറിച്ചും ആവശ്യത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞിരുന്നു. ഈ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയം എത്രമേൽ LDFന് ഇടതുപക്ഷത്തിന് പ്രതീക്ഷയുണ്ട് മലപ്പുറത്ത്? ഈ രാഷ്ട്രീയം കൃത്യമായി ചർച്ച ചെയ്താണ് ഇടതുപക്ഷം മുന്നോട്ട് പോയിട്ടുള്ളത്. തീർച്ചയായും ആ രാഷ്ട്രീയം പരിപൂർണമായും ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. രാജ്യത്ത് കഴിഞ്ഞ 5 വർഷക്കാലം നടന്നിട്ടുള്ള എല്ലാ അനീതികൾക്കും എതിരായിട്ടുള്ള സമരങ്ങളുടെ എല്ലാം മുന്നിൽ ഇടതുപക്ഷം ഉണ്ടായിരുന്നു. അത് കർഷകരുടേതാവാം, തൊഴിലാളികളുടേതാവാം, വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും സ്ത്രീകളുടെയും മറ്റ് മതന്യൂനപക്ഷങ്ങളുടെയും ആദിവാസി ദളിതരുടെയും ഒക്കെ സമരങ്ങൾ നടന്നിട്ടുണ്ട്, വ്യാപാരി വ്യവസായികളുടെയൊക്കെ. എല്ലാ സമരത്തിലും ഉണ്ടായിരുന്ന കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് അത് ഇടതുപക്ഷമായിരുന്നു. അത് വളരെ വ്യക്തമാണ്. അത് പാർലമെൻറ്റിനകത്ത് നോക്കിയാലും കൃത്യമായി ഇടപെട്ടത് ഇടതുപക്ഷമാണ്. ഇന്ത്യയിലെ ഏതെല്ലാം നിയമസഭകളിൽ പ്രാതിനിധ്യമുണ്ടോ അവിടങ്ങളിലെല്ലാം പോരാടിയത് ഇടതുപക്ഷമാണ്. അത് കൃത്യമായി ജനങ്ങൾക്കറിയാം. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ അതും കൃത്യമായി ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അത്തരം വിഷയങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടുണ്ട്. അതെല്ലാം ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. തീർച്ചയായും വലിയ രാഷ്ട്രീയം ചർച്ച ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്. ഇടതുപക്ഷത്തിന് VP സാനുവിന് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. മലപ്പുറത്ത് നിന്നും ക്യാമറാമാൻ ജയേഷ് വില്ലോടിക്കൊപ്പം KT സ്വാലിഹ്.